viewers, welcome to your new episode of Autoholics. So the wait is over. നമ്മുടെ കൂടെയുള്ളത് ടാറ്റ Sierra.ev ആണ്. ഏകദേശം 1991 ടാറ്റ എന്ന ബ്രാൻഡ് സിയാറ എന്നൊരു വാഹനത്തിന് വിപണിയിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു വാഹനം ഒരു 3 ഡോർ SUV ആയിട്ടായിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നത്. അതിന്റെ ഒരു ഡിസൈൻ വ്യത്യാസം തന്നെയായിരുന്നു അന്നത്തെ യുവാക്കളെ ആകർഷിച്ചിരുന്നതും. അതുപോലെ തന്നെ ആ പേര് മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ടാറ്റ സിയാറ എന്നൊരു വാഹനത്തിനെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം ഒരു 7 മാസങ്ങൾക്ക് മുമ്പാണ് ടാറ്റ അവരുടെ ഐസെൻജി മോഡലായ സിയാറനെ ഈ ഇന്ത്യൻ വിപണിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആ സെയിം സിയാറയുടെ തന്നെ ഇലക്ട്രിക് വെർഷൻ ആണ്. സോ നമ്മൾക്ക് ഈ ഒരു സിയാറയുടെ ഡിസൈൻ രൂപകൽപ്പന തന്നെ ആ ഒരു ഐസെൻജി മോഡലായിട്ടുള്ള പുതിയ സിയാറയാണ് സാമ്യമുള്ളത് തന്നെ ആയതുകൊണ്ട് കൂടുതലും ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്തു തരാം. സോ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് തുടങ്ങാം. മുമ്പത്തെ സിയാറ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐസെൻജി മോഡൽ സിയാറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻലി നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഗ്രിൽ പോർഷനിലാണ്. അത് പാടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദിസ് ഇസ് ഇലക്ട്രിക്. അതുപോലെ തന്നെ ചേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ബമ്പർ സൈഡും. ഈ ഒരു ബമ്പർ യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ ആ ഒരു പെട്രോൾ എഞ്ചിൻ സിയാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു എക്സ് ഷേപ്പിൽ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ എലമെന്റ്സും സെയിം ആസ് ടാറ്റ സിയാറ. ഈ ഒരു ഫ്രണ്ടിലെ സ്ലീക്ക് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ് ഒരൊറ്റ യൂണിറ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുമ്പോൾ തന്നെ മെട്രിക്സ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒരു ത്രീ പോർഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴ്ത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇതാണ് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഹെഡ്ലൈറ്റ് എന്ന് ടാറ്റ പറയുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിന്റെ പവർ ഗംഭീരാണ്. അതുകൂടാതെ തന്നെ ബൂസ്റ്റർ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാംപ്സ് കാണാം. ഈ ഒരു ഫോഗ് ലാംപ്സും ഈ യൂണിറ്റ് എല്ലാതും ഈ വാഹനത്തിലുള്ള എല്ലാ ലൈറ്റ്സും LED ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷനും കോർണറിംഗ് ഫംഗ്ഷനുള്ള ഒരു ഫോഗ് ലാംപ്സ് ആണ്. അതായത് നമ്മൾ വണ്ടി തിരിക്കുന്ന അനുസരിച്ച് ഇതിന്റെ ഉള്ളിലത്തെ ലൈറ്റ് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് നമുക്ക് സൈഡിലുള്ള വിഷ്വൽ കാണിച്ചു തരുന്നതാണ്. അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. പിന്നെ താഴത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ താഴത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റ് അതൊരു ബ്രഷ്ഡ് അലുമിനിയം അല്ലെന്നുണ്ടെങ്കിൽ സിൽവർ കളറിലൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രിയുടെ ഒരു ഫ്രണ്ട് ക്യാമറ കാണാം. അഡാസിന്റെ ഒരു സെൻസർ യൂണിറ്റും താഴെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഫ്രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത് മേജർ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ചെറിയ ഡിസൈൻ എലമെന്റ്സിന് മാറ്റം വരുത്തിയിട്ടെന്നല്ലാതെ സെയിം പോലെ തന്നെയാണ് EVയിലും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Sierra.evയുടെ സൈഡ് പോർഷനിലേക്ക് വന്നേക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശ്രദ്ധയിൽ വേള ഈ ഡിസൈൻ ആസ് യൂഷ്വൽ നമ്മൾ സിയാറ പെട്രോൾ എഞ്ചിൻ കണ്ടുവന്നിട്ടുള്ള സെയിം ഡിസൈൻ രീതി തന്നെ. കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വീൽ ആർച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം കൂടി ആയതുകൊണ്ട് തന്നെ വീൽ ട്രാവലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. വീലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 19 ഇഞ്ചിന്റെ വീലാണ് വിത്ത് അലോയ് വീൽസ് ആണ്. എയറോഡൈനാമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള വീൽസ് ആണ് Sierra.evക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ ടാറ്റയുടെ ഒരു വലിയൊരു സൈഡ് വ്യൂ മിറർ കാണാം. അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും പിന്നെ 360 ഡിഗ്രിയുടെ ക്യാമറയും ബ്ലൈൻഡ് വ്യൂ ഇൻഡിക്കേറ്ററും അതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം. ഇത് നമ്മൾ ടാറ്റ കർവിൽ കണ്ടുവന്ന അതേ യൂണിറ്റ് തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ടാറ്റ. അതുമ്പോൾ റിക്വസ്റ്റ് സെൻസറും പിന്നെ ഒരു ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലോട്ട് നോക്കുമ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ പഴയ സിയാറനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഗ്ലാസ് റാപ്പിംഗ് കൊടുക്കാൻ പറ്റില്ല ആസ് ഇന്ത്യൻ സേഫ്റ്റി നോംസ് നമുക്കറിയാം. അതുകൊണ്ടാണ് കമ്പനി ഈ ഒരു രീതിക്ക് ഡിസൈൻ എലമെന്റ്സ് സിയാറയിൽ കൊടുത്തിട്ടുള്ളത്. താഴത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ നിറച്ച ചെളിയാണ്, ക്ഷമിക്കണം. കാരണം വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇത് ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് ആണ്. ഈ വണ്ടിക്ക് നല്ലൊരു റെഗഡ്നെസ്സും SUV ഫീലും കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ എന്ന് നമുക്ക് പറയാം. പിന്നെ അങ്ങോട്ട് പിന്നിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഡിഫൻഡറെ ഓർമ്മിപ്പിക്കുന്ന പോർഷൻ. സോ എല്ലാം കൊണ്ടും സെഗ്മെന്റിൽ തന്നെ ക്രെറ്റ MG വിൻസർ ഒക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ഈ ഒരു വാഹനം കാണുമ്പോൾ നല്ലൊരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. മേ ബി അതിന്റെ ഡിസൈൻ എലമെന്റ് കൊണ്ടായിരിക്കാം. ഇനി സൈഡ് വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി റിയൽ പോർഷനിലെ കാര്യങ്ങൾക്ക് കിടക്കാം. ഞാൻ പറയാൻ വിട്ടുപോയൊരു ഫംഗ്ഷനും കൂടി ഈ വെഹിക്കിളിൽ കമ്പനി പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാർജിങ് ഏരിയന്റെ ചുറ്റൊരു വൈറ്റ് സംഭവം കണ്ടോ? ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പോർഷനാണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത്
എത്രത്തോളം ചാർജ് ആയി, ചാർജ് ഉണ്ടോ, പ്ലഗ് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറാണോ എന്നുള്ള ലൈറ്റ് ഇൻഡിക്കേഷനും ഈ ഒരു വാഹനത്തിനുണ്ട്. സോ അതൊരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ് ടാറ്റയുടെ ഭാഗത്തുനിന്ന്. മുമ്പുള്ള ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ തന്നെ അകത്ത് കയറി അറിയാണ്ട് തന്നെ പുറത്തിരിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എത്രത്തോളം ചാർജ് നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ള ആയി എന്നുള്ളത്. അതിനുള്ള ലൈറ്റ് ഇൻഡിക്കേറ്റർ ആണ് കമ്പനി ഇതിനുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വൈറ്റ് പോർഷൻ. റിയർ പോർഷനിലാണ് നമ്മളിപ്പോൾ Sierra.ev വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു ബാഡ്ജിങ്ങിൽ Sierra.ev എന്നുള്ള ഒരു ആഡിങ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർക്ക് ഫിൻ ആന്റിന, റൂഫ് റെയിൽസ്, ഇവിടെ ടക്ഡ് ഇൻ ആയിട്ടുള്ള ഹൈഡഡ് ആയിട്ടുള്ള ഒരു ഇത് കാണാം, നമുക്ക് വൈപ്പേഴ്സ് കാണാം, പിന്നെ ഡിഫോഗർ ലൈൻസ് കാണാം. സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഒറ്റ യൂണിറ്റിൽ തന്നെ വരുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. അത് മെട്രിക്സ് ടേണിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ടാറ്റയുടെ ലോഗോ കാണാം. അതിന് താഴെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിന്റെ ഒരു ബമ്പർ യൂണിറ്റും 360 ഡിഗ്രിയുടെ ഒരു ക്യാമറയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റബിൾ ആണ്. ഈ ഒരു ബൂട്ട് ലിഡ് 622 ലിറ്ററിന്റെ വലിയൊരു ബൂട്ടാണ് നമുക്ക് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലോഞ്ചിങ് വീഡിയോയിൽ ടാറ്റയുടെ ലോഞ്ച് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എത്രയോ മറ്റേ സൂട്ട് കേസ് ഒക്കെ കയറ്റി വെച്ചിട്ട് കാണിക്കുന്ന ഡെമോ. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതിന്റെ മുകളിൽ ഒരു പാർസൽ ട്രേ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറെ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസും ചെയ്യാം. ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൂട്ട് ലിഡ് ക്ലോസ് ആവും. സോ ഇത്രയൊക്കെയാണ് ബാക്ക് സൈഡിലെ വിശേഷങ്ങൾ. ടോട്ടൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് എഞ്ചിൻ വെഹിക്കിൾ ആയിട്ടുള്ള സിയാറയ്ക്ക് ഡിസൈൻ എലമെന്റ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് Sierra.ev കൊടുത്തിട്ടുള്ളത്. ആകെ കൂടി വ്യത്യാസം മാത്രം ബാഡ്ജിങ്ങിലുള്ള കാര്യങ്ങളും പിന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിലെ ബമ്പറിന്റെ യൂണിറ്റ് മാത്രം. സോ ഇനി അധികം വേപ്പിക്കാതെ ഞാൻ ഇതിന്റെ ഏറ്റവും മേജർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ഇന്റീരിയർ പോർഷനിലേക്ക് കയറാം. സോ ലെറ്റ്സ് സീ ദാറ്റ്. സോ നമ്മൾ Sierra.ev ഇന്റീരിയർ പോർഷനിലേക്ക് വന്നേക്കാണ്. ഫസ്റ്റ് ഒരു നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർലി ആ ഒരു മുമ്പത്തെ Sierra വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഓഫ് റോഡ് അസിസ്റ്റന്റ് ബട്ടൺസും പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ബ്ലാക്ക് ഒക്കെ ആ ഒരു തീമിലാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുള്ള കളർ തീം. സീറ്റ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വലിയ സീറ്റ്സ് ആണ്. ടാറ്റയുടെ ഏത് വാഹനം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കംഫർട്ടബിൾനെസ്സും സെറ്റിൽമെന്റും തരുന്ന രീതിക്കുള്ള ഒരു സീറ്റ്സ് ആണ്, വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതിനാണെന്നുണ്ടെങ്കിലും ഒരു ഗ്രേ കളർ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ചെളി പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെളി പിടിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണം. എക്സ്റ്റൻഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. ഇവിടെ ഈ ലക്ഷറി കാർസിലൊക്കെ മാത്രം കണ്ടുവരുന്ന ടൈപ്പ് ഐ സപ്പോർട്ട്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനും കമ്പനി 2 സീറ്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരാണെന്നുണ്ടെങ്കിൽ ആംറസ്റ്റ് ഒരു ഗ്രേ കളറിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വയർലെസ് ചാർജിങ്ങിന്റെ പോർഷൻ കാണാം. ഈ ഒരു ഗിയർ സെലക്ടർ നമുക്ക് ഹാരിയറിൽ കണ്ടുവന്നിട്ടുള്ള സെയിം ഗിയർ സെലക്ടേഴ്സ് തന്നെയാണ് Sierra പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആൻഡ് പാർക്ക് ബട്ടൺസ് ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ നോക്കുന്ന സമയത്ത് ഇതൊരു ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് കമ്പനി Sierra കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ വാഹനത്തിൽ കണ്ടുവന്നിട്ടുള്ള പോലെ, കെർവിലൊക്കെ കണ്ടുവന്നിട്ടുള്ള പോലെ തന്നെ ഒരു ടച്ച് സെൻസിറ്റീവ് ബട്ടൺസ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ബട്ടൺസ് ആയിട്ട് ഈ ടോഗിൾ സെലക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചറിന്റെ ഡുവൽ സോൺ ക്ലൈമറ്റിക് കൺട്രോൾ ആണ് ഈ വാഹനത്തിനുള്ളത്. AC വെൻസ് ആണെന്നുണ്ടെങ്കിൽ വലിയ AC വെൻസ് ആണ്. ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ആണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ കയറുമ്പോൾ കാണാം. അതിൽ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. അതുകൂടാണ്ട് പാസഞ്ചേഴ്സിനും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനും കൂടി കമ്പനി ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്പീക്കർ സിസ്റ്റം ആണ്. ഡോൾബി അറ്റ്മോസ് എന്നുള്ള രീതിക്ക് ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് ഫീച്ചറും ഈ ഒരു വാഹനത്തിന്റെ ഉള്ളിൽ 12 സ്പീക്കേഴ്സോട് കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെൻട്രൽ കൺസോളിന്റെ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ സ്റ്റോറേജ് സ്പേസസും കപ്പ് ഹോൾഡേഴ്സും പിന്നെ അതുപോലെ തന്നെ USB C ടൈപ്പ് ചാർജിങ് പോർട്സും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. ഇതൊന്നല്ല, ഒറ്റ രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിന്റെ ഉള്ളിൽ കമ്പനി കുത്തി നിറച്ചിട്ടുണ്ട്. മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോ ഡിമ്മിങ് റയർ വ്യൂ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 2 റീഡിംഗ് ലാംപ്സ്, സൺറൂഫ്, ഒരു പാനറോമിക് സൺറൂഫ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SOS ബട്ടണും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ആംബിയൻ ലൈറ്റിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലക്ഷൂറിനെസ് ആക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൺ ബ്ലൈൻഡ് കാണാം. അതിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു എക്സ്റ്റൻഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ടേക്കും ഈ ഒരു സൺ ബ്ലൈൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുണ്ട്.
പിന്നെ പറയേണ്ടത് ഇതിന്റെ സ്റ്റിയറിംഗ് വീലാണ്. ഡ്രൈവർ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലുമേ ഇവിടെ ഈ ലൈൻ കീപ്പ് അസിസ്റ്റ് അഡാസിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ്സും സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസസ് ഉണ്ട്. സോ ഗാർഡൊക്കെ ഒട്ടിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമിലാണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരാണെന്നുണ്ടെങ്കിലാണ് ഇവിടെയാണ് ഡ്രൈവ് മോഡ് സെലക്ടേഴ്സും ടെറൈൻ മോഡ് സെലക്ടേഴ്സിന്റെയും ഫംഗ്ഷൻസും കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഹോൾഡ് ബട്ടൺ ഉണ്ട്. ടെറൈൻ മോഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോർമൽ മോഡ്, സ്നോ ആൻഡ് ഗ്രാസ്, പിന്നെ മഡ് ആൻഡ് റഡ്സ്, സാൻഡ് മോഡ്, റോക്ക് റോൾ മോഡ്, പിന്നെ ഒരു കസ്റ്റം മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡുണ്ട്. ഈ മോഡ്സ് ഒക്കെ നമ്മൾ ചേഞ്ചിനനുസരിച്ച് ഇവിടെ ആംബിയൻ ലൈറ്റും ചേഞ്ച് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. ഈ ഡാഷ് ബോർഡിന്റെ ത്രൂ ഔട്ട് ഒരു ആംബിയൻ ലൈറ്റ്സും പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹെഡ്ലൈറ്റിന്റെ ഫംഗ്ഷൻസ് ഓട്ടോ ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ ഇവിടെ തന്നെ ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷനിങ്ങിനുള്ള ലിവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ റീജൻ മോഡ് സെലക്ടേഴ്സ് ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാം. ഇവിടെ റേഞ്ച് കഴിഞ്ഞാൽ എത്ര വാഹനം ഓടാൻ പറ്റും എന്നുള്ള റേഞ്ച് കാണാം. ഇവിടെ ബാറ്ററി പെർസെന്റേജ് കാണാം. 65% ബാറ്ററി ഇപ്പോഴും ഇതിലുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ഇപ്പോ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു HUD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അതിലിപ്പോൾ ഡെമോ ഫംഗ്ഷൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കാണിച്ചു തരും ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് നമ്മുടെ ഡ്രൈവറിന്റെ ആ ഒരു ഡ്രൈവിംഗ് എർഗണോമിക്സ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിന്റെ ഒരു പോർഷനാണ് ഈ ഡാഷ്ബോർഡിന് മുകളിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ബട്ടൺ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്ന ഒരു ബട്ടൺ ഈ ഒരു ഭാഗത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഏതാണ് മോഡ് എന്നുള്ളത് കാണിക്കും. സിറ്റി, സ്പോർട്ട്, എക്കോ എന്നുള്ള മോഡ്സ്, പിന്നെ സ്പോർട്ട് മോഡ്, അങ്ങനെ 4 മോഡ്സ് ആണ് ഉള്ളത്. ഡിഫോൾട്ട് ആയിട്ട് സിറ്റി മോഡിലാണ് ഈ വാഹനം കിടക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാവുന്നതാണ്. അതിനുള്ള സെലക്ടേഴ്സും ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് എക്കോ മോഡ്, ഇത് സ്പോർട്ട് മോഡ്, ഇത് ബൂസ്റ്റ് മോഡ്. ഈ ബൂസ്റ്റ് മോഡിലാണ് ഈ വാഹനം 0 to 100 സ്പീഡ് എടുക്കാൻ വേണ്ടിയിട്ട് 5.8 സെക്കൻഡ്സ് എടുക്കുന്നത്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഹാരിയർ EVയിലുള്ള എല്ലാ ഫീച്ചേഴ്സും Sierra.EVയിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും, ഒരു ഫീച്ചേഴ്സ് പോലും മിസ് ഔട്ട് ചെയ്തിട്ടില്ല. ഓട്ടോ പാർക്കിംഗ് തൊട്ട് ഓഫ് റോഡ് അസിസ്റ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ ആൻഡ് എയർ പ്യൂരിഫയർ, പിന്നെ RK.EV എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, ഓട്ടോ പാർക്ക് അസിസ്റ്റ്, ക്ലൈമറ്റ് കൺട്രോൾസ്, പിന്നെ ഐറ കണക്ടിവിറ്റി സെറ്റിംഗ്സ്, കസ്റ്റം ടെറൈൻ മോഡ് സെലക്ടേഴ്സ്, പിന്നെ DJI ആക്സസ്, നമുക്ക് ചാർജ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു സംഭവം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യും. പിന്നെ ഡോൾബി അറ്റ്മോസിന്റെ ഡെമോ ഫംഗ്ഷൻസ്, പിന്നെ ഡ്രോപ്ലെറ്റ്സ്, EV, പിന്നെ ഹോറിസോൺ വ്യൂ, പിന്നെ HUD ഡിസ്പ്ലേയുടെ ആ ഒരു സെറ്റിംഗ്സിന്റെ ഭാഗം, ആ ഒരു പോർഷൻ, പിന്നെ ഇമേജ് വ്യൂവർ, പിന്നെ JBL മോഡ്സ്, മീഡിയ, മീ സ്പേസ്, മൂഡ് ലൈറ്റും കാര്യങ്ങളും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ നാവിഗേറ്റേഴ്സ്, ഫോൺസ്, ക്വിക്ക് സെറ്റിംഗ്സ്, റേഡിയോ, റിലാക്സ് മോഡ് എന്ന് പറഞ്ഞ മോഡ് ഉണ്ട്. ആ റിലാക്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീന് ഒരു തീം വരും, ഒരു സ്നോ തീം, അല്ലാന്നുണ്ടെങ്കിൽ റെയിൻ തീം, അല്ലെങ്കിൽ ഫയർ, തീ കത്തുന്ന തീം വന്നിട്ട് ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഹാരിയറിൽ ഉള്ള ഒരു ഫംഗ്ഷനാണ് റിവേഴ്സ് അസിസ്റ്റ്. അതൊക്കെ ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സ്, പിന്നെ സൈലന്റ് മോഡ്, സറൗണ്ട് വ്യൂ, 360 ഡിഗ്രി ക്യാമറയുടെ, പിന്നെ ടാറ്റ അസിസ്റ്റ്, അതായത് നമ്മുടെ ടാറ്റ അസിസ്റ്റിനെ കോൾ ചെയ്യാനും, പിന്നെ SOS ബട്ടണിനുള്ള ആ ഒരു ഫീച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീഡിയോ പ്ലെയർ ഉണ്ട്, പിന്നെ വോയിസ് അസിസ്റ്റൻസും ഉണ്ട്. ഇത്രയൊക്കെയാണ് ഈ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇനി ക്ലൈമറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊക്കെയാണ്, ഇതൊന്നല്ല ഇതിന് മുകളിലുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പുറത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ സൈഡിന്റെ എന്റർടൈൻമെന്റ് ഫംഗ്ഷൻസ്, ഇതിൽ നമുക്ക് കിട്ടുന്നത് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, അതേപോലുള്ള ഫംഗ്ഷൻസും ആപ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്താ പറയാ, ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് ആപ്സ്. അതേപോലെ തന്നെ ഈ ഒരു എന്റർടൈൻമെന്റ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഗെയിമിംഗ് ഫംഗ്ഷൻസ്. അതായത് ഒരു ഗെയിമിംഗ് കൺസോൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം പാസഞ്ചർക്ക്. ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ചാർജ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് ഒരു പോർഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശല്യം ഉണ്ടാക്കാതെ അവിടെ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോളും. സോ അത്രയും ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണ് എല്ലാ കാര്യങ്ങളും. നല്ല ടച്ച് റെസ്പോൺസീവ് ആണ്, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ടാറ്റയുടെ 360 ഡിഗ്രിയുടെ ക്യാമറ. അതിനുള്ള ബട്ടൺ എവിടെയാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ
ഓൺ ആയിരിക്കും എന്നാണ്. അതിൽ തന്നെ 2D 3D പിന്നെ സൈഡ് വ്യൂസ് കാര്യങ്ങൾ, പിന്നെ കൂടാതെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഹാരിയറിൽ ഓഫ് റോഡ് അസിസ്റ്റ് വന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു 540 ഡിഗ്രി ക്യാമറ ഉണ്ട്. ആ ഒരു ക്യാമറയും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വെഹിക്കിളിന്റെ അണ്ടർ ബോഡിയെ നമുക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി മാത്രമല്ല 540 ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഫംഗ്ഷനും കൂടിയും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏത് കമ്പനീസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ടാറ്റയുടെ ക്യാമറയ്ക്കാണ് ഇത്രയും കൂടുതൽ ക്ലാരിറ്റി ഉള്ളത്. പിന്നെ ഇതിലൊരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. നമ്മളിപ്പോ റിവേഴ്സ് ഇടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് തിരിക്കണ അനുസരിച്ച്, അതായത് വാഹനം ഓണല്ല, ഈ ഒരു സ്റ്റിയറിംഗ് തിരിക്കണ അനുസരിച്ച് ക്യാമറയും ഒപ്പം തിരിയുന്ന ഒരു ഫംഗ്ഷൻ. ഇത് ഹൈ എൻഡ് ലക്ഷറി വെഹിക്കിൾസിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. കണ്ടോ, ഞാൻ സ്റ്റിയറിംഗ് തിരിക്കണ അനുസരിച്ച് ഇതിലുള്ള വിഷ്വലും തിരിയുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷനും കൂടി ടാറ്റ സിയറയിൽ അത്രയും സ്മാർട്ടായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ്. ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജർ പോർഷൻ ഓൺ ആക്കാനുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ളത് കൊണ്ട്, ഹസാർ ലാംപ്സ്, ബാക്കിലുള്ള ബൂട്ട് ലീഡ് ഓപ്പൺ ചെയ്യാനുള്ളത്, പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക്, 360 ഡിഗ്രി ക്യാമറ, ഓഫ് റോഡ് അസിസ്റ്റ്, പിന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾഡ് ടോഗിൾ സ്വിച്ചസ്, ഫാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എയർ ഫ്ലോന്റെ കാര്യങ്ങൾ, റിയർ ഡിഫോഗർ, ബാക്ക് ആൻഡ് റിയർ ഡിഫോഗർ, പിന്നെ ഇത് ബ്ലോ സെലക്ടേഴ്സ്, പിന്നെ ഇത് ഡുവൽ ക്ലൈമറ്റിക് കൺട്രോൾസ് സിങ്ക് ചെയ്യാനും, AC, പിന്നെ ഓട്ടോ കൂളിംഗ് ഫംഗ്ഷൻസും, ഈ അത്രയും സ്വിച്ചസ് ആണ് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു എലമെന്റ് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് ആ ഒരു ഓപ്പണിംഗ് ലിവർ കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പവർ വിൻഡോന്റെ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്ത് വളരെ സ്മാർട്ടായിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുള്ള കാര്യമാണ് ഒരു അംബ്രല ഹോൾഡർ. പിന്നെ അതിന് താഴെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റോറേജ് സ്പേസിന് യാതൊരു കുറവും Sierra.EV ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി റിയറിലെ കാര്യങ്ങളാണ് അറിയേണ്ടത്. സോ നമുക്ക് റിയർ പോർഷനിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. സോ Sierra.EV റിയർ പോർഷനിലേക്ക് വന്നേക്കാണ്. ആസ് യൂഷ്വൽ മുമ്പ് ഇറങ്ങിയ സിയറയിൽ കണ്ട അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും ഉള്ളത്. പനോറാമിക് സൺറൂഫ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ റൂമി ആയിട്ടാണ്, എയറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മൊത്തം വൈറ്റിഷ് ഇന്റീരിയർ ആയതുകൊണ്ട് തന്നെ സ്പേസും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൺറൂഫിന്റെ പനോറാമിക് സൺറൂഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാഹനത്തിൽ ഹാരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് അവസാനിക്കും. പക്ഷെ ഇത് ബൂട്ട് സ്പേസിന്റെ അവിടം വരെ, ബൂട്ട് ലീഡിന്റെ അവിടം വരെ ഈ ഒരു ഏരിയ ഓപ്പണബിൾ ആണ്. അത്രയും ഗ്ലാസ് ഏരിയ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റിലെ ഏറ്റവും വലിയ സൺറൂഫ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പറയാം. പിന്നെ പറയേണ്ടത് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് സീറ്റ് റിക്ലൈനബിൾ ആണ്. പിന്നെ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. തൈ സപ്പോർട്ട്സ് ഡീസെന്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്. ഹെഡ് റൂം അധികം ഉണ്ട്. ഞാനൊരു 6 feet 2 inch ടോൾ ആയിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ടിരുന്ന്, ഇതെന്റെ ഡ്രൈവർ പൊസിഷനിലാണ് ഈ ഒരു വെഹിക്കിളിന്റെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് ഉള്ള ഒരു ലെഗ് സ്പേസും കാലെല്ലാം നീട്ടി വെച്ചിരുന്ന് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും നമ്മൾ വീട്ടിലെ സോഫയിൽ എങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഉള്ളിലും ബാക്ക് സീറ്റിൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ പാസഞ്ചർ സീറ്റിലോ ഇരിക്കുന്നതിനെക്കാട്ടിലും അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒരു ഷോഫർ ഡ്രിവൻ ആയിട്ടും ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു സൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്, മാനുവലി ഓപ്പറേറ്റബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ട്യൂട്ടറിന്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ലക്ഷൂറിനെസ്സും പ്രീമിയംനെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ പിയാനോ ബ്ലാക്കിന്റെ ആ ഒരു എലമെന്റ് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള തീം മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെ ഒരു ആംറെസ്റ്റും ഒരു ഫോൺ ഹോൾഡറും പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റബിൾ വിൻഡോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. താഴത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ 2 ബോട്ടിൽസ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്പേസിന് യാതൊരു കുറവുമില്ല. എത്ര ബോട്ടിൽസ് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. എവിടെയും കൂടി 2 ബോട്ടിൽസ് വെക്കാം, 4 ബോട്ടിൽസ് അവിടെയും 2 വെക്കാം, 8 ബോട്ടിൽസ് വെക്കാനുള്ള കപ്പാസിറ്റി ഈ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനേക്കാളും വലിപ്പം ഹാരിയർ EV എന്നാണെങ്കിലും ഞാനത് ഓടിച്ചിട്ടുള്ള ആളാണ്, റിവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ സ്പേസ് എനിക്ക് Sierra.EV കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഈ ഒരു സീറ്റിൽ ഒരു ആംറെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. പിന്നെ റിക്ലൈനിങ് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ അതിൽ. അത് കാരണം നമുക്ക് ചാലിരുന്ന സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. സോ ഇതിനുള്ള ഫീച്ചേഴ്സ് മൊത്തം Harrier.EV സമാനമാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ഇന്റീരിയർ സ്പേസ് നോക്കുന്ന സമയത്ത് Sierra.EV ആണ് മെച്ചം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിന്റെ ബാക്കിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രീമിയംസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു എലമെന്റ് കൊടുത്തിട്ടുള്ളതും, പിന്നെ ഇവിടെ മാഗസീൻ ഹോൾഡേഴ്സ്, പിന്നെ എയർ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള സംഭവം, ഇവിടെ AC സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഫോൺ ഹോൾഡറും പിന്നെ അതിൽ USB-C ടൈപ്പിന്റെ ചാർജിങ് പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സെന്റർ ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്ലോർ റൈസ്ഡ് അല്ല.
കണ്ടില്ലേ, സുഖമായിട്ട് കാല് നിർത്തി വെച്ചിട്ട് ഡീസെന്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓവറോൾ ഇതൊക്കെയാണ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ റീഡിംഗ് ലാംപ്സ് ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഇതൊക്കെയാണ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഡ്രൈവിലേക്ക് കടക്കാം. ഡ്രൈവിൽ കടക്കുമ്പോഴാണ് ഇതിന്റെ വേറെ ഏറ്റവും മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു ദ ഡ്രൈവ്. അപ്പൊ നമ്മൾ Sierra.EVയുടെ ഡ്രൈവിലേക്ക് കിടത്തേക്കാണ് കേട്ടോ. സോ ഈ വാഹനം ഫസ്റ്റ് ഓടിക്കുമ്പോൾ തന്നെ ഇനീഷ്യലി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇലക്ട്രിക് വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഇതിന്റെ ഒരു ഡ്രൈവിംഗ് എർഗണോമിക്സ് അത് അങ്ങേയറ്റം ഗംഭീരാണ്. ഇതിന്റെ എങ്ങനെയാണ് ഈ ഒരു ടാറ്റ ഡിസൈൻ ചെയ്യുന്നത് മറ്റുള്ള കമ്പനികൾ അത് കണ്ടുപഠിക്കേണ്ടതാണ്. വീട്ടിലിരുന്ന് എങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത്, ഗെയിം കളിക്കുന്നത്, അതേ ഫീലോട് കൂട്ടാൻ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ സീറ്റ് തന്നെയാണ്, ആ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഡറും കൂടിയാണ്. ഹൈ എൻഡ് ലക്ഷറി വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഓടിക്കുന്ന അതേ സെയിം ഫീൽ തന്നെയാണ് Sierra.EV ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇതിന്റെ ഡ്രൈവിംഗ് എർഗണോമിക്സ് തന്നെയാണ്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ സസ്പെൻഷൻ ആണ്. FTD സസ്പെൻഷൻ, ഫ്രീക്വൻസി ഡിപെൻഡന്റ് ഡാമിംഗ് വിത്ത് അൾട്രാ ഗ്ലൈഡ് സസ്പെൻഷൻ ആണ് ഈ ഒരു വെഹിക്കിളിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഹാരിയറിൽ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഹാരിയർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തവർക്ക് അറിയാം എത്രത്തോളം സോഫ്റ്റ് ആൻഡ് കുഷനിങ് ആണ് ആ ഒരു സസ്പെൻഷൻ എന്നുള്ളത്. എടുത്തു പറയേണ്ടതാണ് ഈ വാഹനത്തിന്റെ ബാറ്ററി കപ്പാസിറ്റി, ഫംഗ്ഷൻസ് ഒക്കെ. ബാറ്ററി കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് 63 കിലോവാട്ടിന്റെയും 75 കിലോവാട്ടിന്റെയും ബാറ്ററി ഓപ്ഷൻസ് ആണ് വരുന്നത്. 63 കിലോവാട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 500-550 ഒക്കെയാണ് ക്ലെയിമിന്റെ റേഞ്ച്. പക്ഷെ ഒരു C75 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് കസ്റ്റമേഴ്സ് ഒരു 75% കസ്റ്റമർക്ക് എലിജിബിൾ ആയിട്ട് കിട്ടാവുന്ന റേഞ്ച് കമ്പനി പറയുന്നത് റിയൽ ലൈഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 400-450 ആ ഒരു റേഞ്ച് ഒക്കെയാണ് 63 കിലോവാട്ടിന് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ 75 കിലോവാട്ടിന്റെ ബാറ്ററിക്ക് ഏകദേശം ഒരു 650-660 ആ ഒരു ലെവലിലാണ് ഇതിന്റെ ഒരു ക്ലെയിംഡ് റേഞ്ച് ടാറ്റ പറയുന്നത്. അത് കൂടാതെ C75 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500-550 ഒക്കെയാണ് ഇതിന്റെ 75 കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റി ഉള്ള വെഹിക്കിളിന് കിട്ടുന്നത്. സോ ഹൂ ഷുഡ് ടേക്ക് ടാറ്റ Sierra.EV എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയണത് ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു മിഡ് സൈസ് SUV തന്നെയാണ് Sierra.EV. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ, പിന്നെ വിൻസർ EV ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും വെർത്തിയാണ് ഈ ഒരു വാഹനം. അല്ല, ഈ ഒരു വാഹനത്തിന്റെ മറ്റുള്ള ഓപ്ഷൻസ് പറയുമ്പോൾ കോഡ് വീൽ ഡ്രൈവിലും ഓഫ് റോഡ് കേപ്പബിലിറ്റീസും പിന്നെ അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഡ്രൈവിംഗ് എർഗണോമിക്സ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വണ്ടർഫുൾ എന്ന് പറയാം. കാരണം ഇങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് എർഗണോമിക്സും ഈ ഒരു വലിപ്പവും ഈ ഒരു കുഷ്യൻനെസ്സും ഈ ഒരു റൈഡിംഗ് കംഫോർട്ടും ഒന്നും വേറെ ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിനും ഇല്ല. കാരണം ആ വെഹിക്കിൾസ് ഒക്കെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ തീർത്തും പറയാൻ പറ്റും കോമ്പറ്റീഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടാറ്റ Sierra.EV ആണ് ഈ ഒരു സെഗ്മെന്റിൽ. അതുകൂടാതെ തന്നെ പവറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ടോർക്കിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വെഹിക്കിളിന് കമ്പനി പറയുന്നത് ഏകദേശം ഒരു 390 PS പവറും പിന്നെ അതുപോലെ തന്നെ 505 NM ടോർക്കും ഒക്കെയാണ് ഈ ഒരു വെഹിക്കിളിന്. അതേ പവർ ഫിഗേഴ്സ് തന്നെയാണ് ഹാരിയറിലുള്ളത്. സോ പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ടു സെയിം തന്നെയാണ്. മോട്ടോഴ്സ് ആണെന്നുണ്ടെങ്കിലും സെയിം സസ്പെൻഷൻ ആണെങ്കിൽ സെയിം. സോ ഹാരിയറിന് ഏകദേശം ഒരു 35 lakh rupees ആണ് അതിന്റെ ടോപ്പ് മോഡൽ ഫോർ വീൽ ഡ്രൈവിന് ഓൺ റോഡ് പ്രൈസ് വരുന്നെങ്കിലും Sierra'ക്ക് 30 lakh rupees ആണ്. 5 lakhന്റെ ഒരു കുറവ് മാത്രമേ ഈ ഒരു രണ്ട് വാഹനം പ്രൈസ് വേരിയൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ കുറവുള്ളൂ. എങ്കിലും ഈ ഒരു വെഹിക്കിളിന്റെ ബേസ് മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം എല്ലാ ഫീച്ചേഴ്സും അഡാസ് വോയിസിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ ബേസ് വേരിയന്റിൽ കമ്പനി ഈ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു ബ്രില്യൻ മൂവ് ആണ്. നിങ്ങൾക്ക് ഒരു ഫീച്ചേഴ്സിലും മിസ് ആവില്ല. അഡാസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഓൺ റോഡ് ഒരു 20 ലക്ഷം ആ ഒരു റേഞ്ച് ഒക്കെയാണ്. കമ്പനി എക്സ്ഷോറൂം പ്രൈസ് 18 lakh rupees ആണെന്നുണ്ടെങ്കിലും ഓൺ റോഡ് നമുക്കൊരു 20-21 ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ ബേസ് മോഡൽ വേരിയന്റ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് budget friendly mid-size SUV, you can definitely go for Tata Sierra.EV. ബാക്കിയുള്ള വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ടോ.
പിന്നെ മറ്റുള്ള വെഹിക്കിളിലൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 ലാഖിന് അബോവ് ഉള്ള വെഹിക്കിൾസിലാണ് ഇതേപോലെ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്സ് ഒക്കെ വരുന്നത്. സെഗ്മെന്റിൽ ഇതേപോലെ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്സ് വരുന്ന വേറൊരു വെഹിക്കിളും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ്, JBL 12 സ്പീക്കേഴ്സിന്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഫുള്ളി കംപ്ലീറ്റഡ് SUV ആയിട്ടുള്ള അതുപോലെ തന്നെ 90 സെഗ്മെന്റ് വൈസ് ഉള്ള വെഹിക്കിൾസിൽ, പിന്നെ അതുപോലെ തന്നെ ഏകദേശം 30 ലാഖിന് അബോവ് അല്ലെങ്കിൽ 35 ലാക്സിനൊക്കെ എടുത്ത് പ്രൈസ് വരുന്ന വണ്ടികളാണ് അതൊക്കെ. അപ്പൊ ആ ഒരു വെഹിക്കിൾസിലൊക്കെയാണ് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്സ് വരുന്നത്. ബട്ട് ഈ ഒരു വെഹിക്കിളിന് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ദി ഫാസ്റ്റസ്റ്റ് മെയ്ഡ് കാർ ഇൻ ഇലക്ട്രിക് ഇൻ ഇന്ത്യ, അതായത് ഇലക്ട്രിക് വൈസ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇത്. കാരണം 0 to 100 സ്പീഡ് എത്താൻ വേണ്ടിയിട്ട് 5.8 സെക്കൻഡ്സ് മതി. സോ സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ ആ ഒരു ടെസ്റ്റ് പിന്നീടേക്ക് മാറ്റി വയ്ക്കുന്നതാണ്. കാരണം അത് ചെയ്യാൻ ഇപ്പോൾ ടൈമില്ല. അത്രയധികം എൻക്വയറീസും ബുക്കിംഗ്സും ഈ വെഹിക്കിളിൽ നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ ആ കൂടി ടൈം അലോട്ട് ചെയ്തത് 2 hours ആണ്. അത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. ഓരോ മണിക്കൂറിൽ ഇവർക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ്സ് സ്ലോട്ട് ബുക്ക്ഡ് ആണ്. അപ്പൊ അത്രയധികം എൻക്വയറീസും ബുക്കിംഗ്സും ഈ വെഹിക്കിളിന് എടുത്തു കഴിഞ്ഞു. ഏകദേശം ഞാൻ ലോഞ്ചിന് പോയ സമയത്ത് അവിടുത്തെ ആള് പറഞ്ഞത് ഏകദേശം ഒരു 120ഓളം ബുക്കിംഗ് ഓൺ ദ സ്പോട്ട് ഈ വെഹിക്കിളിൽ കിട്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്രത്തോളം ഡിമാൻഡഡ് ആണ്. ഈ ഒരു സെഗ്മെന്റ് തന്നെ ക്രഷ് ചെയ്ത് കളഞ്ഞു നമ്മളുടെ ഈ ടാറ്റ CR.EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും അതിഗംഭീരമായിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ടോപ്പ് ആൻഡ് മോഡലിലേക്ക് പോവാം. ടോപ്പ് ആൻഡ് മോഡലിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാഡ് വീൽ ഡ്രൈവ് കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പവർ ആണെന്നുണ്ടെങ്കിലും ഒരു ഫൺ ടു ഡ്രൈവ് മെഷീനായി നമുക്ക് കൊണ്ടുനടക്കാം. റിയർ വീൽ ഡ്രൈവില് ഫണ്ണില്ല എന്നല്ല പറഞ്ഞ്, റിയർ മോട്ടർ ഉള്ള റിയർ ഡ്രൈവില് ഉണ്ട്. പക്ഷെ എങ്കിലും നല്ലൊരു പവറും പെപ്പനെസ്സും എപ്പോഴും നമുക്ക് ഈ ഒരു 4 വീൽ ഡ്രൈവ് വെഹിക്കിളിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് മാക്സിമം ഒരു 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വാഹനം നമുക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ടുള്ള ഈ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ നല്ലൊരു സെറ്റിൽ ആയിട്ട് വാഹനം ഓടിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ രീതിക്കാണ് ഞാൻ ഈ വെഹിക്കിൾ ഓടിക്കുന്നത്. സെറ്റിൽഡ് ആയിട്ടാണ് ഞാൻ ഈ വാഹനം ഓടിക്കുന്നത്. എന്റെ വീട്ടിലിരുന്നിട്ട് ഞാനിപ്പോ എങ്ങനെയാണോ ഒരു പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിക്കുന്നത് അതേപോലെയാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം മുമ്പിലെ HUD ഡിസ്പ്ലേയിലൊക്കെയാണ് എന്റെ കണ്ണ് മൊത്തം. ആ ഒരു ഡിസ്പ്ലേയിൽ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ ഓടിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ ഏത് മോഡിലാണ് ഓടിക്കുന്നത്, അതുകൂടാതെ തന്നെ എല്ലാ ഫംഗ്ഷൻസും നാവിഗേഷൻ ഫംഗ്ഷൻസ് ആണെങ്കിൽ കൂടി ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ടേണിങ്സ് ഒക്കെ കറക്റ്റ് പിൻ പോയിന്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തരുന്നത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ നമുക്ക് ഈ വിൻഷീൽഡ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ ഇതൊക്കെ ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. ഏകദേശം ഒരു 1 കോടി 2 കോടിക്ക് മുടക്കേണ്ട വരും നമുക്ക് ഈ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഓട്ടോ പാർക്കിംഗ്, അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയാണ്, ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എയർ ബാഗ്സ് 7 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റുള്ള അഡാസ് ഫീച്ചേഴ്സുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, ഓട്ടോ ബ്രേക്കിംഗ് ഫംഗ്ഷൻസ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലുള്ള എല്ലാ ഫംഗ്ഷൻസും ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രൈസ് പൂർത്തിയാണ് ഈ ഒരു വാഹനം. പിന്നെ അതേപോലെ തന്നെ മുമ്പ് ടാറ്റനെ എല്ലാവരും കുറ്റം പറയാനാണ് ഇതിനെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് വരും, പിന്നെ സർവീസ് മോശമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം. എല്ലാ ഏജൻസീസിലും വരുന്നില്ല, ഓരോ ഏജൻസീസിന്റെയും കുറവാണ്. ഹൈസൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. സോ അവരുടെ പുതിയൊരു സർവീസ് സെന്റർ തൃശ്ശൂര് കുട്ടനല്ലൂർ ഭാഗത്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഞാൻ വാഹനം എടുത്ത ആൾക്കൊണ്ട് ചോദിച്ചു നോക്കിയപ്പോഴും ഹൈസൺ എടുക്കാം എന്നാണ് പറയുന്നത്. കാരണം അവരുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ നന്നായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഓവറോൾ ടാറ്റയുടെ എല്ലാ സർവീസ് സെന്റേഴ്സും ഇപ്പോൾ നല്ല രീതിക്ക് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. അത് കാരണം റൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു 10 കിലോമീറ്റർ സ്ട്രെച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടാറ്റ EV വെഹിക്കിൾസ് നമ്മൾ കണ്ടിരിക്കും. ബിക്കോസ് ഓഫ് ദാറ്റ് ടാറ്റ ഇസ് എ വണ്ടർഫുൾ കമ്പനി. നിങ്ങൾക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് CR.EV. സോ ഈ ഒരു വാഹനത്തിന് ഇനിയും കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിന്റെ റേഞ്ച് ടെസ്റ്റ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ ഈ വെഹിക്കിളിന്റെ 0 to 100 ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഹൈവേയിൽ ഇന്ന് പതിവില്ലാത്ത ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എങ്കിലും ഇത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം അമ്മാതിരി പവർഫുൾ ആണ്, ചെറിയതല്ല, വലുതായിട്ട് പേര് തോന്നും. ഞാൻ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തപ്പോ തന്നെ 160 170 പുഷ്പം പോലെയാണ് ഈ വെഹിക്കിൾ കയറി പോകുന്നത്. സോ നോക്കിയും കണ്ടൊക്കെ ഓടിക്കുക ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫസ്റ്റ് നമ്മള് ഐസ് എൻജിൻസ് EVക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്കോ മോഡിലോ സിറ്റി മോഡിലോ ഒക്കെ ഇട്ട് ഓടിക്കുക. കാരണം അത്ര അധികം പവർഫുൾ ആണ്. 0 to 100 ഇൻ ജസ്റ്റ് 5.8 സെക്കൻഡ്സ്. ഒരു സ്പോർട്സ് കാറിന്റെ അതേ പവറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത്.
സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് നേരം ഈ വാഹനം ഓടിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര എൻജോയ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഈ ഒരു Sierra.ev എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫ് ഐ എം ഗോയിങ് ഫോർ എ പർച്ചേസ് ഐ വിൽ ഷുവർലി ഗോ ഫോർ Sierra.ev ബിക്കോസ് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച വെഹിക്കിളാണ്. കറക്റ്റും കാര്യങ്ങളൊന്നുമല്ല. കാരണം ഞാൻ അവരെ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല, പക്ഷെങ്കിലും വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡിന് നിന്ന് ഇത്രയും നല്ലൊരു വാഹനം ഉള്ളപ്പോൾ എന്തിനതിന് പോകണം എന്നാണ് ഞാൻ വിശ്വസിപ്പിക്കുന്നത്. ബിക്കോസ് കമ്പനി ഫാൻസ് ആയിട്ടുള്ള കുറെ പേരുണ്ടായിരിക്കും. ഹ്യുണ്ടായി അല്ലാന്നുണ്ടെങ്കിൽ MG അതുപോലുള്ള ബ്രാൻഡ്സിന്റെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതല്ല നോക്കേണ്ടത്. മാക്സിമം നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ആ ഒരു വർത്ത്നെസ് തരുന്നുണ്ടോ ആ വെഹിക്കിൾ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ Sierra.ev എന്തുകൊണ്ടും ഗ്യാരണ്ടീഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. സോ ഈ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനും അല്ല ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ തൃശ്ശൂരുള്ള കുട്ടനല്ലൂരുള്ള ഹൈസൺ മോട്ടോഴ്സിന്റെ Tata.ev ഷോറൂമിൽ നിന്നാണ് ഞാൻ ഈ വെഹിക്കിൾ എടുത്തിട്ടുള്ളത്. സോ അതിൽ ആകാശ് ബ്രോന്റെ നമ്പർ ഞാൻ കൊടുക്കാം. സോ ആകാശ് ബ്രോനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാവുന്നതാണ്, ഓടിച്ച് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന്റെ എത്രത്തോളം കംഫർട്ട് ഉണ്ട് എന്നുള്ളത്. ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. സോ എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. നമ്മൾ അത് അപ്പം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ആകാശ് ബ്രോനെ കോൺടാക്ട് ചെയ്യാം. ആകാശ് ബ്രോന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഈ വാഹനം ഓടിച്ച് നോക്കിയോളൂ. ഇപ്പോൾ ഈ വെഹിക്കിൾ അവൈലബിൾ ആണ് തൃശ്ശൂർ Tata.ev ഷോറൂമിൽ. സോ ദാറ്റ്സ് ഓൾ. സോ അടിപൊളി റൈഡാണ്. ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇനി Sierra.ev റിവ്യൂ ചെയ്ത് തന്നിരിക്കുന്നത് കുട്ടനല്ലൂരുള്ള ഹൈസൺ മോട്ടോഴ്സിന്റെ Tata.ev ഷോറൂമിൽ നിന്നാണ്. സോ അതിന്റെ EV സ്പെഷ്യലിസ്റ്റ് ആണ് എന്റെ കൂടെ നിൽക്കുന്നത് ആകാശ് ബ്രോ. അപ്പൊ ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും കുട്ടനല്ലൂർ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ആകാശ് ബ്രോനെ കാണാം. സോ എൻക്വയറി ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വാഹനം ഓടിച്ചു നോക്കാൻ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ആകാശ് ബ്രോനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ദിസ് ഇസ് രാഹുൽ സൈനിങ്.